എടവനക്കാട് വാച്ചാക്കൽ 1974 രൂപീകൃതമായ കോസ്മോപൊളിറ്റൻ ലൈബ്രറി സുവർണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് പ്രസ് മീറ്റ് നടത്തി. ചെയർമാൻ വി സദാനന്ദൻ, ജനറൽ കൺവീനർ കെ ഹരി, കൺവീനർ ഫിനാൻസ് കമ്മിറ്റി കെ.ഇ. ചന്ദ്രൻ എന്നിവർ പ്രസ് മീറ്റിൽ പങ്കെടുത്തു. സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ ഫിനാൻസ് കൺവീനറാണ് ഞാൻ. ഹരി സുവർണ ജൂബിലി ആഘോഷ കമ്മിറ്റിയുടെ ജനറൽ കൺവീനറാണ്. ഇങ്ങനെയൊരു പത്ര സമ്മേളനം വിളിക്കാനുണ്ടായ കാര്യം ഏകദേശം 1970 രൂപീകൃതമായ ഒരു പ്രസ്ഥാനമാണ് കോസ്മോപൊളിറ്റൻ ലൈബ്രറി. അന്നത്തെ വിദ്യാഭ്യാസം കിട്ടിയ കുറേ ചെറുപ്പക്കാർ കൂടി ഉണ്ടാക്കിയ ഒരു ഓലഷട്ടിൽ നിന്ന് തുടങ്ങിയത്. അന്നത്തെ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ എടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. ഇന്നതിപ്പോൾ 50 വർഷം പിന്നിട്ട് വലിയ സ്വന്തമായ ഒരു കെട്ടിടവും ഒരു 2 നില കെട്ടിടവും സ്ഥലമൊക്കെയുള്ള ഒരു ലൈബ്രറിയിൽ റീഡിംഗ് റൂമായിട്ട് വളർന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഈ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന കുറേ ആളുകളെ കൂടി നമുക്കന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് കലാസാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഏറെ പ്രതിഭകളെ സൃഷ്ടിക്കാൻ കൂടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ 50 വർഷം പിന്നിട്ട് 50 വർഷം വളരെ അഭിമാനകരമായ പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് കോസ്മോപൊളിറ്റൻ ലൈബ്രറി. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു 50 വർഷം പിന്നിടുക എന്ന് പറയുന്നത്, ലൈബ്രറിയെ സംബന്ധിച്ചിടത്തോളം 50 വർഷം പിന്നിടുക എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ വിദ്യാഭ്യാസ ലൈബ്രറി ഉള്ളതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാൻ കഴിയും. ഒരു ലൈബ്രറി ആ നിലയിൽ നിലനിർത്താൻ കഴിയുക എന്ന് പറയുന്നത് വളരെ അഭിമാനപൂർവമായ ഒരു നിമിഷമാണ്. ഈ പരിപാടി ഇതിൻ്റെ സുവർണ ജൂബിലി ഈ 14-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രശസ്ത സിനിമാ താരം പൗളി വത്സനാണ്. ഇതിൽ മുഖ്യപ്രഭാഷകനായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ശ്രീമാൻ ബഹുമാന്യനായ അനിൽ പ്രാൻസാണ്. അതേപോലെ തന്നെ ഇവിടെ അന്നേ ദിവസം 2-3 പേരെ ആദരിക്കുന്നുണ്ട്. പ്രധാനമായും ബൈജു ധർമ്മജനെ കുറിച്ച് ഗൂഗിൾ തന്നെ പറയുന്നത് ഗോഡ് ഓഫ് സ്മോൾ സ്ട്രിങ്സ് എന്നാണ്. അദ്ദേഹം വലിയ ഗിറ്റാറിസ്റ്റ് എന്ന നിലയിൽ ലോകപ്രശസ്തനായ ഒരു മാന്യദേഹമാണ്. അദ്ദേഹത്തിനെ ആദരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഭരതനാട്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ PK ബേബി, അദ്ദേഹത്തിനെ ആദരിക്കുന്നു. അതേപോലെ തന്നെ ഈ സുവർണ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലോഗോ തയ്യാറാക്കി തന്ന ഒരു വലിയൊരു കലാകാരൻ ഷൈൻ നാരായണനാണ്. അദ്ദേഹത്തെയും കൂടി നമ്മൾ അന്ന് ആദരിക്കുന്നു. എന്തായാലും ഏപ്രിൽ 14 ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പരിപാടി 2024 സെപ്റ്റംബർ 17 വരെ, അതായത് 6 മാസം നീണ്ടുനിൽക്കുന്ന പ്രോഗ്രാമാണ്. ഈ 6 മാസത്തിനുള്ളിൽ നമ്മൾ 50 പരിപാടികളാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾ, അതേപോലെ തന്നെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പിന്നെ നമ്മളുടെ ഇൻ്റലക്ച്വൽ മീറ്റുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എല്ലാ പത്രസുഹൃത്തുക്കളുടെയും അകമഴിഞ്ഞ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഞങ്ങളുടെ സ്ഥാപനം സന്ദർശിക്കുകയും ഞങ്ങൾ നടത്തുന്ന പരിപാടി നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സാമീപ്യം ഉണ്ടാകണം എന്ന് മാത്രമാണ് ഇത്തരണത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് ചെയർമാൻ പറയുന്ന. 50 വർഷം എന്ന് പറയുന്നത് ഒരു ജോലിയോ വിദ്യാഭ്യാസം മാത്രം കൈമുതലാക്കി സ്വന്തമായ ഒരു ജോലിയോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ അല്പം ചിലർക്ക് ജോലി ഉണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു അത്. സമരങ്ങളുടെ വേലിയേറ്റമുള്ളൊരു പ്രദേശമായിരുന്നു. അതിൽ നിന്നെല്ലാം വേർതിരിഞ്ഞ് കുട്ടികളുടെ വിദ്യാഭ്യാസവും വായനാശീലവും എന്ന് ഉന്നം വെച്ചുകൊണ്ട് നടത്തിയ പ്രസ്ഥാനം, അതിൻ്റെ ഒരു വാർഷികത്തിൽ കൂടുന്ന ജനങ്ങൾ അത് ഞങ്ങളെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്ലബ്ബോ അല്ലെങ്കിൽ ലൈബ്രറിയോ അതുപോലൊരു ജനസ്വാധീനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം, എൻ്റെ സ്വന്തം മാത്രം വിശ്വാസം. അപ്പോൾ അത് ആ നടത്തുന്ന പരിപാടികളുടെ മൂല്യം
അതുപോലെ തന്നെ അതിൻ്റെ വോളണ്ടിയർ സംഘടന. ഇന്നിപ്പോൾ വളരെ ഉന്നത സ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ പോലും ഈ അടുത്ത തലമുറയിൽ ഏറ്റെടുക്കാൻ തയ്യാറായി വന്നിരിക്കുന്നു. അതാണ് ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരും പ്രായമുള്ളവർ വരെ ഇദ്ദേഹത്തെ പോലെ വളരെ ചെറുപ്പക്കാരായ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അവർ ഊർജ്ജസ്വലമായ ആ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത്രത്തോളം എത്തിച്ചേരുന്നത്. ഈ 14-ാം തീയതി തുടങ്ങി, 14-ാം തീയതി സഭാ സ്കൂളിലാണ് വാചാകളി തുടങ്ങി 50 ദിവസം, സെപ്റ്റംബർ 17 വരെ 50 ദിവസത്തെ പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്. അതിൽ ചിലപ്പോൾ സംവാദങ്ങളുണ്ടാവും, ഇപ്പോഴത്തെ ആനുകാലികമായിട്ടുള്ള CA കുറിച്ചുള്ള സംവാദങ്ങളുണ്ടാവും, എല്ലാം ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പത്രപ്രവർത്തക സമൂഹത്തിൻ്റെ ഒരു വലിയ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതാണ് ഞങ്ങളുടെ ലക്ഷ്യവും. ഞങ്ങളെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഗോശ്രീ ന്യൂസുകൾ. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങളുടെ ന്യൂസുകൾ എപ്പോഴും യൂട്യൂബിൽ വരുന്നുണ്ട്. പുതിയ പ്രാദേശിക വാർത്തകളുടെ നോട്ടിഫിക്കേഷന് വേണ്ടി ഇതിൽ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ പ്രമോട്ട് ചെയ്യുക.